കുര്യൻ സർ പറഞ്ഞൊരു കാര്യം, ഒരു അഗ്രസീവ് യൂത്ത്, ഈ ക്ഷുഭിത യൗവനം എന്ന് പറയുന്ന ഒരു വലിയ വാക്കുണ്ടല്ലോ അതിനകത്ത്. പക്ഷേ ആസ് എ ജില്ലാ പ്രസിഡന്റ്, ആസ് എ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് എന്ന നിലയിൽ, യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ കുര്യൻ സാറിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സജഷൻ എന്ന രീതിയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴത്തെ നിലയിൽ ഒരു അഗ്രസീവ് യൂത്തിനേക്കാളും യങ്സ്റ്റേഴ്സിനേക്കാളും കൂടുതലായി ഞങ്ങൾക്ക് ആവശ്യം സെൻസിബിൾ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെയാണ്. അത് വിവേകമുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലേക്ക് വെൽക്കം ചെയ്യുന്നത് എന്ന് ഞങ്ങൾ പറയുകയാണ്. അതായത് ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന്റെ എത്രയോ ഇരട്ടിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിരോധ റാലിയിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളതൊന്നും വിശ്വസിക്കുന്നില്ല. നിരന്തരമായ സമാനതകളില്ലാത്ത സമരം നടത്തുന്ന ഒരു സംഘടന, കഴിഞ്ഞ 9 വർഷത്തെ തീക്ഷ്ണമായ സമരങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഇപ്പോൾ മനോരമയും ഈ പറയുന്ന മാതൃഭൂമിയും ബാക്കിയുള്ള എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എത്രയോ സമയം, ഈ കഴിഞ്ഞ ഇടയിൽ നടന്ന കപ്പൽ സമരം സംസ്ഥാനമടക്കം വലിയ ന്യൂസായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഇതായിരുന്നു, സമരമായിരുന്നു. അപ്പം നിങ്ങളടക്കം ഞങ്ങളങ്ങനെ വ്യത്യസ്തമായ സമരങ്ങൾ ചെയ്യുന്നു. ഒരുപാട് ഞങ്ങളുടെ ആ സമരവുമായി ബന്ധപ്പെട്ട് 2 പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു, 3 ദിവസത്തോളം ജയിലിലായിരുന്നു. ഈ കേരള സംസ്ഥാനത്ത് തന്നെ ഏകദേശം 12ഓളം പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ജയിലിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സമരത്തിന്റെ ഭാഗമല്ലേ? ഈ 9 വർഷവും ഞങ്ങൾ ഇത് തന്നെ പിടിച്ചു നിൽക്കുകയല്ലേ? ഇനിയും ഞങ്ങൾ ഭരണത്തിലേക്ക് എത്തും എന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമര പോരാട്ടങ്ങളെല്ലാം നടത്തുന്നത്. വിജയ് പറഞ്ഞൊരു പ്രശ്നമാണ്, 9 വർഷം പ്രതിപക്ഷമാണ്. ഭരണമില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് വളരില്ല. ഭരണമുണ്ടെങ്കിലും ഭരണമില്ലാത്തപ്പോഴും യൂത്ത് കോൺഗ്രസ് അതേ രീതിയിൽ തന്നെ വളരുമെന്നാണ് പറയുന്നത്. അല്ല, സത്യമല്ലേ? സത്യമല്ല, അതിനകത്ത് കള്ളമൊന്നുമില്ലല്ലോ. ഒരിക്കലുമില്ല. ഭരണമില്ലെങ്കിൽ താഴോട്ട് പോകില്ല എന്ന് നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിച്ചു തരികയല്ലേ? ഈ കഴിഞ്ഞ 7 ദിവസം ഒരു സമരം നടന്നത് എല്ലാവരും റിപ്പോർട്ട് ചെയ്താണ്. 7 ദിവസത്തിൽ എത്രയോ പോലീസ് കേസുകൾ, എത്രയോ ജയിലറകൾ, എത്രയോ കാര്യങ്ങൾ, PDPP അടക്കമുള്ള വകുപ്പ് പ്രകാരം ഇട്ട ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു.